എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറാകും. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൻ്റെ ചരിത്രവും പ്രാധാന്യവുമാണ്. 1952 ശ്രീ എ ജെ ജോൺ പൂഞ്ഞാറ്റിൽ വന്ന് തിരുവിതാംകൂർ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത്. ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് തിരുക്കൊച്ചി ആയതിനു ശേഷം. 48 ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന് അന്ന് തിരുവിതാംകൂറായിട്ടാണ് മത്സരിച്ചത്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നു. അതിനുശേഷം 1952 ആദ്യത്തെ തിരുക്കൊച്ചി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് ഇവിടെ നിന്ന് മത്സരിച്ചതാണ് എ ജെ ജോൺ. അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയായി 53 അദ്ദേഹത്തിനെതിരെ ഈ കന്യാകുമാരി ജില്ല വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് കോൺഗ്രസിൻ്റെ 12 MLA പിന്തുണ പിൻവലിച്ചപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. എങ്കിലും 54 ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കെ 1952 ഇദ്ദേഹം വെള്ളികുളം സ്കൂൾ സന്ദർശിച്ചു. അന്നവിടെ ഒരു LP സ്കൂൾ ഉണ്ടായിരുന്നു, സെൻറ്റ് ആൻ്റണീസ് LP സ്കൂൾ. അത് സന്ദർശിക്കാൻ പോയപ്പോൾ അന്നവിടെ ഒരു വഴിയെന്ന് പറയുന്നത് ഈ കൂപ്പ് തടി കൊണ്ടുപോകാൻ വേണ്ടി വെട്ടിയൊരു വഴിയാണ്. അത് തീക്കോയിൽ നിന്ന് ഒറ്റീട്ടി വരെയുള്ളൂ. പിന്നെ അട്ടിക്കളം കൂടി തടി കൊണ്ടുവരാൻ പോകുമായിരുന്നു. അപ്പോൾ അത് വളഞ്ഞ് കയറ്റമുള്ള വഴിയൊക്കെയാണ്. അതുവഴിയാണ് ഒറ്റീട്ടി വരെ വഴിയുള്ളൂ. അതിനുശേഷം പള്ളിയിരിക്കുന്ന സ്ഥലത്തേക്ക് എ ജെ ജോണിനെ കസേരയിൽ എടുത്തുകൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു റോഡ് വേണം. അപ്പോൾ അവരൊക്കെ സങ്കല്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആ പഴയ ഒറ്റീട്ട് റോഡൊന്നും എനിക്ക് നന്നാക്കി കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ക്രാന്തദർശിയായ എ ജെ ജോൺ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അതായത് ഇവർ പറഞ്ഞൊരു ചെറിയ റോഡല്ല വേണ്ടത്, ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടൊരു റോഡാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് തീക്കോയി വരെ റോഡുണ്ട്. തീക്കോയി വാഗമൺ റോഡാണ്. ഇടുക്കിയെയും കോട്ടയം ജില്ലയെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. അന്ന് കോട്ടയം ജില്ല ഇടുക്കി എല്ലാം കോട്ടയമാണ്. എന്നാലും ഹൈ റേഞ്ചുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു റോഡായിട്ടാണ് അദ്ദേഹം അത് വെട്ടിയത്. അത് വെട്ടിയപ്പോൾ ഒരു കാര്യമുണ്ട്, പാറ തുരന്ന് വേണം പോകാൻ. തീക്കോയി മുതൽ ഏകദേശം ഒറ്റീട്ടി മുതൽ അങ്ങ് മുകളിലോട്ടുള്ള റോഡുകൾ, വാഗമൺ വരെയുള്ള റോഡുകൾ മുഴുവൻ വലിയ പാറക്കെട്ടുകളാണ്. അപ്പോൾ ആ പാറക്കെട്ട് തുരന്നാണ് റോഡ് വെട്ടിയത്. ആ റോഡ് വെട്ടാൻ അത് എൻജിനീയറുടെ ഓർഡർ ഇട്ടു. അദ്ദേഹം അത് തയ്യാറാക്കി, പ്ലാൻ തയ്യാറാക്കി. എല്ലാം തയ്യാറാക്കുന്നതിന് അതിനകത്ത് മറ്റൊന്നും കൂടിയുണ്ട്, സ്ഥലം ഏറ്റെടുക്കേണ്ട പ്രശ്നമുണ്ടായിരുന്നു. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് അന്നത്തെ MP ആയിരുന്നു ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയാണ്. അതുപോലെ തന്നെ KV തോമസ് കൊട്ടുകാപ്പള്ളി. ഇവർ 2 പേരും കൂടിയാണ് ഇതിനു വേണ്ടിയുള്ള സ്ഥലം വിട്ടുകൊടുക്കുന്നതിനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും വലിയ മുൻകൈ എടുത്ത ആളുകളാണ്. മാത്രമല്ല വെള്ളികുളം പള്ളിയുടെ വികാരിയായിരുന്നു ജോർജ് ചെല്ലങ്കോട്ട്. അദ്ദേഹം ഇതിന് വളരെ സജീവമായി പങ്കാളിത്തം വഹിച്ചു. പെരുങ്കുളം വഴി പോകാനായിരുന്നു ആദ്യം ഈ റോഡ് കടത്തിവിടാനായിരുന്നു ഉദ്ദേശിച്ചത്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഈ വെള്ളികുളം വഴി അത് കടന്നു പോയത്. അപ്പോൾ ഈ പാറ തുരന്ന് പോകുന്ന കാര്യത്തിൽ വലിയ റിസ്ക്കാണ്. ആ കിഴക്കാന്തൂക്കായ പാറ വടത്തെ തൂങ്ങി നിന്നാണ്. ഇന്നത്തെ ജായ് ക്യാമറയോ സംവിധാനമൊന്നുമില്ല. വടത്തിൽ തൂങ്ങി നിന്നാണ് തമരടിച്ച് പിന്നെ വെടിവെക്കുന്നതിന് വേണ്ടി തിരികൊത്താൻ ബീഡിയിലാണ് കത്തിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. ആ ബീഡി കൊണ്ടുവന്ന് കത്തിച്ചിട്ട് തിരിച്ച് പഴയ സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് പൊട്ടിയാൽ പാറ ഇടിച്ച് ഇവർ മരിച്ചു പോകുമായിരുന്നു. 17 ആളുകൾ ഈ റോഡ് പണിക്കിടയ്ക്ക് മരിച്ചുപോയി. 17 ആളുകളാണ് മരിച്ചത്. അപ്പോൾ ഇതിനെ എസ്റ്റിമേറ്റ് അന്നത്തെ എഞ്ചിനീയർ കണക്കാക്കിയത് 80 ലക്ഷം രൂപയാണ്. അപ്പോൾ അന്ന് വലിയ ആക്ഷേപമുണ്ടായി. ഈ പാറക്കെട്ട് തുരന്ന് ഈ വാഗമണ്ണിന്, അന്ന് വാഗമണ്ണൊന്നും ഇന്നത്തെ രീതിയിലുള്ള പ്രാധാന്യമുള്ള സ്ഥലമല്ല, അവിടേക്ക് പോകാൻ വേണ്ടി എന്തിനാണ് ഇതുപോലെയുള്ള റോഡെന്ന് പറഞ്ഞ് ഒത്തിരി ആക്ഷേപങ്ങൾ കേട്ടു. എങ്കിലും ഈ റോഡ് പണി തുടങ്ങി, ഇത്രയും പേരുടെ മരണം നടന്നു. അപ്പോൾ പണി തുടങ്ങിയപ്പോൾ ഈ പണി ഇതിൽ നിന്ന് തീർന്നില്ല. ഏകദേശം 2 കോടി രൂപയോളം ഈ റോഡ് പണിത് വന്നപ്പോൾ ചിലവായി. അപ്പോൾ ആ റോഡിന് അനുമതി കൊടുത്ത പ്ലാൻ ചെയ്ത എൻജിനീയറെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. 1954 കേട്ടോ ഇതിൻ്റെ ഭരണാനുമതിയും അതുപോലെ തന്നെ സാങ്കേതിക അനുമതിയെല്ലാം ലഭിച്ചത്. അത് കഴിഞ്ഞ് ഈ റോഡ് 1961 ഡിസംബർ 23 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നു. ഈ റോഡിൻ്റെ തുറന്നു കൊടുത്തത് 1961 ഡിസംബർ 23 ഉദ്ഘാടനം നടത്തിയത്. ഉദ്ഘാടനം നടത്തിയത് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി D. ദാമോദരൻ പോറ്റിയാണ്. അപ്പോൾ ഇത് അന്ന് ആദ്യമായിട്ട് ഓടാൻ തുടങ്ങിയ ബസ്സെന്ന് പറയുന്നത് PTMS ആണ്, വാഗമൺ വരെ. അപ്പോൾ അന്ന് വീതി വളരെ കുറവായിരുന്നു. പിന്നീട് ഇതിന് ശേഷം എ ജെ ജോൺ ഒത്തിരി കാര്യങ്ങളോട് ചെയ്തിട്ടാണ് പോയത്. ഈരാറ്റുപേട്ട മുട്ടം റോഡ് അദ്ദേഹമാണ് അനുമതി കൊടുത്തത്. 6 പഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച അദ്ദേഹമാണ്. ഈരാറ്റുപേട്ട പാലം 2 റോഡ് 6 കുറുകെ പാലം പണിയിപ്പിച്ചു. ഈരാറ്റുപേട്ടയിൽ വൈദ്യുതി കൊണ്ടുവന്നു, പൂഞ്ഞാറ്റിൽ വൈദ്യുതി കൊണ്ടുവന്നു. അങ്ങനെ ഒട്ടനവധി കാര്യം ഇദ്ദേഹം ചെയ്തു. 52 കഴിഞ്ഞു, 54 അദ്ദേഹം മത്സരിച്ചു. അപ്പോൾ മന്ത്രിസഭ താഴെ പോയതിലൂടെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. 54 ഇദ്ദേഹം ജയിച്ചു. പക്ഷേ അന്ന് മുഖ്യമന്ത്രിയായില്ല.
പിന്നെ 56-ൽ 57-ൽ 56 കേരള പിറവി വന്നു. 57-ൽ അദ്ദേഹം മത്സരിച്ചില്ല, മദ്രാസ് ഗവർണറായി പോയി, അവിടെ വെച്ച് മരിക്കുകയാണിത്. അതല്ല ഇവിടെ പ്രശ്നം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ റോഡ് കാലാകാലങ്ങളിൽ പല MLA-മാരും വന്നവരൊക്കെ കുറേശ്ശെയൊക്കെ വീതി കൂട്ടിയോ മറ്റുമൊക്കെ ചെയ്തു. ക്രാഷ് ബാരിയർ ഉണ്ടാക്കി. ജോർജിൻ്റെ കാലത്ത്, PC ജോർജിൻ്റെ കാലത്ത് ക്രാഷ് ബാരിയറൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ദീർഘകാലം ഈ റോഡ് അവഗണിക്കപ്പെട്ട് കിടന്നു. അപ്പോഴാണ് നമ്മുടെ ബഹുമാന്യനായ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ, അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ പറ്റിയല്ലോ, അദ്ദേഹം വന്നു. മുഹമ്മദ് റിയാസ് പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. ടൂറിസം കൂടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ വകുപ്പ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബഹുമാന്യനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. ഇവരുടെ എല്ലാം ശ്രമഫലമായിട്ട് അന്തർദേശീയ നിലവാരത്തിലുള്ള ഒന്നാം തരം റോഡ് അവിടെ നിർമ്മിച്ചു. ആർക്കും അസൂയ തോന്നുന്ന റോഡാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ടാർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട് റോഡ്. ഇന്നിപ്പോൾ ഒന്നാം തരം റോഡായിട്ട് കിടക്കുകയാണ്. അന്ന് AG ജോണിനെ പഠിച്ചവർ മറക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന് അദ്ദേഹം വന്നപ്പോൾ ഒന്ന് ശപിച്ചവരുണ്ട്. പിന്നെ ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഈരാറ്റുപേട്ട നാട്ടുകാരുടെ അവസരം കവർന്നെടുക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിച്ചിരുന്നു. അതിലൂടെ ഞാനിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഈ റോഡ് ഇന്ന് പണിത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതിന് അപ്പുറമാണ്. ഇന്ന് വാഗമണ്ണിലുള്ള അന്ന് ഈ റിസോർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, ടൂറിസത്തിന് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. വാഗമൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിലെ ഊട്ടിയാണ് ശരിക്കും. ഊട്ടിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെയുണ്ട്. അവിടെ ഏകദേശം 3000-ഓളം റിസോർട്ടുകളുണ്ട്. ഈ 3000 റിസോർട്ടുകളെന്ന് പറയുമ്പോൾ ഓർക്കണം, ഇത് പുറത്തുനിന്ന് ഇതുവരെ ഉദ്ദേശിച്ചാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 3000 റിസോർട്ട് എന്ന് ഒരു 30,000 ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു 50,000 കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. മറക്കരുത്, 50,000-ഓളം കുടുംബങ്ങൾ. പിന്നെ അവിടെ കച്ചവടം നടത്താൻ വരുന്ന വേറെ ആളുകൾ, ഗൈഡുകൾ, ജീപ്പുകാർ, അവിടെ ഓഫ് ദ റോഡ് ഒക്കെ റിസ്ക് റോഡൊക്കെ ഉണ്ട്, അതിന് ജീപ്പ് ഓടിച്ച് പോകുന്നവർ, അങ്ങനെ ഒട്ടനവധി കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ തായ്ലൻഡിൽ കൊടുക്കുന്ന അതേ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പല റിസോർട്ടുകളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ആയിരക്കണക്കിന് വണ്ടികളാണ് അവിടേക്ക് പോകുന്നത്, വാഗമണ്ണിന് പോകുന്നത്. ആ ദൃശ്യഭംഗി ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. മാറമല അപ്പുറത്ത്, ഇതിന് മുകളിൽ വലിയ മല, ഇതെല്ലാം ഭയങ്കര ആസ്വാദികരമാണ്. പലരും അവിടെ വഴിക്ക് പോയി വണ്ടി നിർത്തി, അതൊക്കെ റോഡിന് വീതി കൂട്ടിയിട്ടിട്ടുണ്ട് കാര്യകാട് മലയിൽ. അത് നിർത്തി കാണുക എന്നൊരു വലിയൊരു ആനന്ദകരമായ കാഴ്ചയാണ്. സാവധാനം ഓടിച്ചു പോകേണ്ട ഒരു റോഡാണ്. അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒരു റോഡിനെ പറ്റി ചില ചാനലുകാർ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ദുഃഖമുണ്ട്. പലർക്കും എല്ലാത്തിനും ശീലമുള്ളവർ അകിട്ടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന് പറഞ്ഞ പോലെയാണ്. വിമർശിക്കാൻ നല്ല എളുപ്പമാണ്. വിമർശനം കണക്കിലെടുത്താൽ ഒന്ന് ഓർക്കണം, കേരളത്തിലെ ഒരു റോഡും സുരക്ഷിതമല്ല. കോട്ടയം കൊമ്മളി റോഡാണ്, ധാരാളം കൊക്കകളും താഴ്വരകളും സൈഡിലുള്ളതാണ്. അതിനേക്കാൾ കൂടുതലൊന്നും ഇവിടെ ഇല്ല. ഇതിനെ ആക്ഷേപിക്കുന്നത് മറക്കരുത്. കേരളത്തിലെ എല്ലാ റോഡും വളവുള്ളതാണ്. അങ്ങനെ നേരെ പോകുന്ന തമിഴ്നാട്ടിലെ പോലുള്ള ഭൂപ്രകൃതിയല്ല നമ്മുടേത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു റോഡ് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുകയില്ല. പിന്നെ ഈ റോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, സർക്കാരിന് കിട്ടുന്ന വരുമാനം നോക്കണം. 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ സർക്കാരിന് 70 രൂപ കിട്ടുന്നുണ്ട്. 35 രൂപ കേരള സർക്കാരിന്, ചെറിയ വ്യത്യാസം കാണാം, 35 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിനും. അപ്പോൾ ഒരാൾ ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണ്ണ് വരെ പോയി വരുമ്പോൾ അവിടെ മിനിമം ഒരു 60-70 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ്. 25 കിലോമീറ്ററാണ് ദൂരം. പക്ഷേ എങ്കിലും അതിനോടൊപ്പം അങ്ങോട്ട് വിടുമ്പോൾ ഒരു 10 കിലോമീറ്റർ കൂട്ടാം. അപ്പോൾ ഒരു 35-70 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ 6 ലിറ്റർ പെട്രോൾ അടിക്കുന്നുണ്ട്. 210 രൂപ സർക്കാരിന്, കേരള ഗവൺമെൻറ്റിനും അത്രയും തന്നെ തുക കേന്ദ്ര ഗവൺമെൻറ്റിനും കിട്ടുന്നുണ്ട്. അതാരും മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് മറ്റ് റിസോർട്ടിലെടുത്തുന്ന ടാക്സുകൾ വേറെ. അപ്പോൾ ഇത്രയേറെ വരുമാനം കിട്ടുന്നൊരു സ്ഥലമാണിത്. ഈ പുതിയ റോഡെന്ന് പറഞ്ഞാൽ തീക്കോയ് വാഗമൺ എന്നുള്ള രൂപത്തിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തീക്കോയ് വാഗമൺ 19 കിലോമീറ്ററാണുള്ളത്. മറ്റേ റോഡ് തീക്കോയ് റോഡ് വരെ ഉണ്ടായിരുന്നില്ല, കവലയിലാണ്, തലനാട് കവലയിലാണ് ഈരാറ്റുപേട്ടയുടെ അതിർത്തിയായിട്ട് കൂട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു സ്മാരകം പണിതിട്ടുണ്ട്. 17 പേര് അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ 17 പേർക്കായിട്ട് വെച്ചിരിക്കുന്ന സ്മാരകമുണ്ട്. അത് കാണേണ്ടത് തന്നെ ആ മാരുടെ ഓർമ്മിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള, പിന്നെ വണ്ടി ഓടിക്കുന്നതിന് അപകടം പറ്റുന്നതിന് ഇപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഗതാഗത നിയമങ്ങൾ പാലിക്കാനാണ് പഠിക്കേണ്ടത്. പല സർവേകളും പറയുന്നത് അപകടത്തിൽ 99% അശ്രദ്ധയാണെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് പലരും കഞ്ചാവ് അടിച്ചിട്ട് പോകുന്നു, മദ്യം കഴിച്ചിട്ട് പോകുന്നു, ഓവർ സ്പീഡിലാണ്. അവിടെ ഓവർ സ്പീഡിൻ്റെ റോഡല്ല, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പോകുന്നത്. അവിടെ ധാരാളം വളവുകളുണ്ട്. അതിൻ്റെ എഞ്ചിനീയറിംഗ് മികവാണെന്ന് അന്നത്തെ കാലത്ത് നിങ്ങൾ മാനിക്കേണ്ടത്. അപ്പോൾ ആ റോഡിൽ പോകുമ്പോൾ മര്യാദയ്ക്ക് ഓൺ ഉപയോഗിക്കാനുള്ളതാണ്. പലരും ഓൺ അടിക്കാതെയാണ് വളവെടുത്ത് വരുന്നത്. വലിയ കുറ്റകരമായ ഒരു കാര്യമാണത്. അതുപോലെ തന്നെ ഓവർ സ്പീഡ്, മദ്യപിച്ച് ഓടിക്കുക, പിന്നെ രാത്രിയിൽ ഒരിക്കലും ലൈറ്റ് ഡിപ്പ് ചെയ്യാറില്ല.
ഇതൊക്കെ വലിയ, അതുപോലെ തന്നെ അങ്ങനെ സാവധാനത്തിലുള്ള സ്പീഡിൽ കൂടി അവർ എത്ര സൗകര്യത്തിലാണെങ്കിലും പോകാൻ പാടുള്ളൂ. അത് ഒഴിവാക്കി വളവിലൊക്കെ വലിയ സ്പീഡിൽ പോവുക, മദ്യപിച്ച് പോവുക, കഞ്ചാവ് അടിച്ച് പോവുക, അങ്ങനെ അപകടം പറ്റുന്നതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ എല്ലായിടത്തും കാണാം, അത് എറണാകുളം റൂട്ടിൽ പോലും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഗമൺ റോഡിനെ ആക്ഷേപിക്കുന്നോ, ഈ നാടിനുണ്ടായ വികാസവും അവിടെയുള്ള കുട്ടികൾ വിദ്യാഭ്യാസം കിട്ടി ജോലിക്ക് പോകുന്ന അനേകരുണ്ട്, ഒത്തിരി സ്ഥാപനങ്ങൾ വാഗമണ്ണിലുണ്ട്. അത് മുഴുവൻ വികസിച്ചത് ഈ റോഡുള്ളത് കൊണ്ടാണ്. വാഗമണിൽ നിന്നുള്ള എല്ലാ ആധുനിക ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ളതിനുള്ള പ്രാധാന്യം കിട്ടിയത് ഈ റോഡുണ്ടായതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഈ റോഡിനെ അധിക്ഷേപിക്കുന്നവർ, എല്ലാത്തിനും നമുക്കറിയാം, ഒരു ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ അര ഗ്ലാസ് ശൂന്യം, അതിനകത്ത് അര ഗ്ലാസ് ഉള്ളെന്ന് പറയാം, അല്ലെങ്കിൽ അര ഗ്ലാസ് നിറഞ്ഞതാണെന്ന് പറയാം. നമുക്ക് എപ്പോഴും നന്മയും തിന്മയും കാണാം. അപ്പോൾ ഈ ചാനലുകാരൊക്കെ ഒന്ന് ഓർക്കണം, നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതാണ്. ഇപ്പോൾ ഒത്തിരി ആളുകൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അപകടം പിടിച്ച വഴിയാണെന്ന് പറയും. നിങ്ങൾ ഇത്തരം കള്ളക്കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ മറക്കരുത്, കേരളത്തിലുള്ള 12 ജില്ലകൾ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടെന്നാണ് ഇപ്പോൾ സർവേ പറയുന്നത്. 2 ജില്ലകൾ വെള്ളം കീറുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഒരിടത്തും യാത്ര ചെയ്യാൻ പറ്റില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരം കിംവദന്തികൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ഉത്തരവാദിത്തമുള്ള ചാനലുകാരൊക്കെ ശ്രദ്ധിക്കണം. നന്മ പറയുക, പോസിറ്റീവാകുക. ആ നാട്ടുകാർ കുറേ കുടുംബങ്ങൾ ജീവിച്ചു പോട്ടെ. അപകടം എവിടെയും സംഭവിക്കുക, എപ്പോഴും സംഭവിക്കുക. നിങ്ങൾ ഉപദേശിക്കേണ്ടത് ഡ്രൈവർമാരോട് വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധാപൂർവ്വം വണ്ടി ഓടിക്കാനാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രസംഗം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ബ്ലോക്ക് ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജി ഓണം മാസോണം സീസൺ 2. YG Future MKK Tower near KSRTC bus stand ഈരാറ്റുപേട്ട. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട.